എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ ഖുർആൻ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ഇൻസാനാണ്. സൂറത്തുൽ ഇൻസാനിന് ഒരുപാട് പേരുകളുണ്ട്. അസ്മാ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ്റെ പേരുകളാണ് സൂറത്തുൽ ദഹർ, സൂറത്തുൽ അംഷാജ്, സൂറത്തുൽ അബ്റാർ. ഇതൊക്കെ സൂറത്തുൽ ഇൻസാനിൻ്റെ മറ്റ് പേരുകളാണ്. ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനമായി പഠിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അൽ മൗദൂഅത്തുർ റഈസിയ, മെയിൻ ടോപ്പിക്സ് ഡിസ്കസ്ഡ് ഇൻ സൂറത്തുൽ ഇൻസാൻ. സൂറത്തുൽ ഇൻസാൻ പഠിക്കുന്ന മെയിൻ ടോപ്പിക് ഒന്ന് അസ്ലുൽ ഖിൽഖ, ബേസിക്സ് ഓഫ് ക്രിയേഷൻ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് നുത്ഫത്തുൻ അംഷാജ് എന്നാണ് മനുഷ്യന്മാരുണ്ടാവുന്നതെന്നാണ്. എന്താ നുത്ഫത്തുൻ അംഷാജ്? കൂടിക്കലർന്ന ബീജം. പുരുഷൻ്റെ സ്പേമും സ്ത്രീയുടെ അണ്ഡവും എഗ്ഗും കൂടിച്ചേർന്ന് സിക്താണ്ഡം, അതിൽ നിന്നാണ് മനുഷ്യനുണ്ടാവുന്നതെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഇതുതന്നെയാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനും പറയുന്നത്. അസ്ലുൽ ഖിൽഖ, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം. ഖുലിഖൽ ഇൻസാനു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് മിൻ നുത്ഫത്തിൻ അംഷാജിൻ, കൂടിക്കലർന്ന ബീജത്തിൽ നിന്നാണ്. മുഖ്തലിത്തത്തിൻ, അംഷാജ് എന്ന വാക്കിൻ്റെ അർത്ഥം മുഖ്തലിത്തോ, കൂടിക്കലർന്ന ബീജം. ആരുടെ ബീജമാണത്? മാഉർ റജുൽ വ മാഉൽ മർഅ, പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും കൂടിച്ചേർന്ന കൂടിക്കലർന്ന ബീജത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നു എന്നാണ് സൂറത്തുൽ ദഹറിലെ ഒന്നാമത്തെ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമതായി സൂറത്തുൽ ഇൻസാനിൽ എന്താണ് പറയുന്നത് നോക്കാം. രണ്ടാമതായി പറയുന്നത് ജസാഉൽ അബ്റാറാണ്. സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് എന്താണ് ലഭിക്കുക? യസിഫ് സൂറത്തു, ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട് അൽ അബ്റാറ, സൽക്കർമ്മികൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യർ. എന്താണ് ഏറ്റവും നല്ല കർമ്മം? അല്ലദീന യൂഫൂന ബിന്നദർ, നേർച്ചകളൊക്കെ വീട്ടുന്ന ആളുകൾ. വയഖാഫുന യൗമൽ ഖിയാമ, വിചാരണ നാളിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അവർ മാത്രമല്ല നല്ല ആളുകൾ. യുത്ഇമൂന ത്വആം, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. വയുത്ഇമൂന ത്വആം, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. ആർക്ക് ഭക്ഷണം കൊടുക്കണം? മുതലാളിമാർക്കല്ല. അൽ മസാക്കിൻ, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. വൽ യത്തീം, അനാഥകൾക്ക് കൊടുക്കണം. വൽ അസീർ, ബന്ധനസ്ഥരായ ആളുകൾക്ക് കൊടുക്കണം. എന്തിനാണ്? ഫേമസ് ആവാൻ വേണ്ടിയിട്ടല്ല, വലിയ ധനാഢ്യനാണ് ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ലിവജിഹില്ല, അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട്. ഇവർക്ക് എന്തുണ്ടാവും? യജ്സീഹിം, അവർക്ക് പ്രതിഫലം കൊടുക്കും. അഹ്സനൽ ജസാ, ബെസ്റ്റ് റിവാർഡ്, നല്ല പ്രതിഫലം അല്ലാഹു കൊടുക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഇൻസാനിൽ മൂന്നാമതായി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ജസാഉൽ കാഫിരീൻ, ദൈവനിഷേധികൾക്ക് എന്ത് പ്രതിഫലമാണ് കൊടുക്കുക. യസിഫു സൂറത്തു, ഈ സൂറത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അദാബൽ കാഫിരീന, കാഫിരീങ്ങൾക്കുള്ള ശിക്ഷ. ഫിന്നാർ, നരകത്തിൽ എന്തൊക്കെ കിട്ടുക? തുഷദ്ദുൽ അഗ്ലാലു, ചങ്ങലകൾ ബന്ധിപ്പിക്കും. ഇലാ അനാഖിഹിം, അവരുടെ കഴുത്ത് വരെ ചങ്ങലകളിൽ ബന്ധനസ്ഥരാകും. യുഅദ്ദബൂന അദാബൻ അലീമ, അവർക്ക് വേദനാജനകമായ ശിക്ഷ ലഭിക്കും. ഇനി നാലാമത്തെ ടോപ്പിക് എന്താണ്? അൽ ഖുർആനു വൽ മശീഅത്തുൽ ഇലാഹിയ, ഖുർആനും ഈ ഖുർആൻ അവതരണത്തിലുള്ള ദൈവികമായ ലക്ഷ്യം. എന്തിനാണ് അല്ലാഹു ഖുർആൻ അയച്ചു കൊടുത്തത്? അസ്സൂറത്തു, ഈ സൂറത്ത് തുറക്കിസു, ഇത് ഊന്നൽ നൽകുന്നുണ്ട് അല മസ്ഊലിയത്തിൽ ഇൻസാൻ, മനുഷ്യൻ്റെ ഉത്തരവാദിത്തം എന്ത്? ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ ബാധ്യത എന്താണ്? തുജാഹ് ഖാലിഖി, അവൻ സൃഷ്ടിച്ച സൃഷ്ടാവിനോട്. നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവിനോടാണ് നമുക്ക് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, ഒബ്ലിഗേഷൻ ഉള്ളത്, കടപ്പാടുള്ളത്. എന്താണ് നമ്മുടെ ഒബ്ലിഗേഷൻ, നമ്മുടെ കടപ്പാട് എന്താണ്?
എന്നും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇനി പറയാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യം നമ്മുടെയൊക്കെ ഉദ്ദേശത്തിൻ്റെ അപ്പുറത്താണ്. ബിയോണ്ട് അവർ ഇമാജിനേഷൻ. മഷീഅത്തുള്ള അള്ളാഹിൻ്റെ മഷീഅത്ത്, അള്ളാഹിൻ്റെ ലക്ഷ്യം ഫൗക കുല്ലി ഷൈഇൻ, എല്ലാറ്റിനും അപ്പുറത്താണ് പടച്ചവൻ എന്ന് പറയുന്നത്. ഹുവ ഖാദിറുൻ, അവന് കഴിയും യഹ്യാഇൽ മൗത, മരിച്ച ഒരാളെ ജീവിപ്പിക്കാൻ മനുഷ്യന് കഴിയില്ല, പക്ഷേ അള്ളാഹുവിന് കഴിയും എന്നും നമുക്ക് ഈ സൂറത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. ഈ സൂറത്തിലെ ഏറ്റവും പ്രത്യേകത ഒന്ന്, മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവും. മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, ഹൗ മാൻ ഈസ് ക്രിയേറ്റഡ്. ആ ഒരു പോയിന്റ് വളരെ സയൻറ്റിഫിക്കായ രീതിയിൽ ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം കണ്ടെത്തിയതാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടാകുമെന്ന്. പുരാതന കാലത്ത് ആർത്തവരക്തത്തിൽ നിന്ന് മനുഷ്യനുണ്ടാവുന്ന 17-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് സ്ത്രീയും പുരുഷനും, പുരുഷൻ്റെ സ്പേമും സ്ത്രീയുടെ എഗ്ഗും കൂടിച്ചേർന്ന് ഗർഭപാത്രത്തിൽ എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ആ സിദ്ധാന്തത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന ശാസ്ത്രീയമായ സത്യം. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സൂറത്തുൽ ഇൻസാനിൽ കാണാൻ കഴിയും. സൂറത്തുൽ ഇൻസാനിൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഒരു വാക്ക് നുത്ഫത്തുൻ അംഷാജ്. എന്താണത്? കൂടിക്കലർന്ന ബീജം. അപ്പോൾ ഖൽഖുൽ ഇൻസാനാണ് ഈ വിശുദ്ധ ഖുർആനിലെ അധ്യായത്തിലെ ഏറ്റവും ഊന്നൽ നൽകുന്ന പോയിന്റ്. മറ്റു സൂറത്തുകൾ നമുക്ക് കാണാം. ആദ്യമായി അവതരിച്ച സൂറത്തുൽ അലഖിലും നമുക്ക് ഖലഖൽ ഇൻസാന മിൻ അലഖ്, പൊട്ടിപ്പിടിച്ച പിണ്ടത്തിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. എന്നാൽ പുരുഷന്റെ ബീജവും സ്ത്രീയും ഗർഭപാത്രത്തിൽ കൂടിച്ചേർന്ന് അത് ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു എന്ന ഒരു ആശയത്തിലേക്ക് നമുക്ക് ഈ ഖൽഖുൽ ഇൻസാൻ ഈ സൂറത്തിലെ പരാമർശത്തെ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ മനുഷ്യനുണ്ടായത് മിൻ നുത്ഫത്തിൻ അംഷാജ്. അതാണ് ഒരു സൂറത്ത് നൽകുന്ന ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കും ഈ ഖൽഖുൽ ഇൻസാനെ കുറിച്ച് ഉള്ള പരാമർശത്തെക്കുറിച്ചുള്ള ഭാഗം നമ്മൾ നല്ല രീതിയിൽ പഠിക്കണം. അതോടൊപ്പം നന്മ ചെയ്താലുള്ള പ്രതിഫലം, തിന്മ ചെയ്താലുള്ള പ്രതിഫലം, ഇതൊക്കെ നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു അധ്യായമായി ഉടനെ എത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.